അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഇസ്ലാമിക് ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നാം എല്ലാവരും ആകാംക്ഷയോടുകൂടെ വളരെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന അതിമഹത്തരമായ ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. അതിനെക്കുറിച്ച് നാമൊക്കെ നല്ലവണ്ണം അറിയുന്നവരാണ്. നാം നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ച ആ പാരമ്പര്യം അനുസരിച്ച് ആ രാത്രിയെ നാം ബഹുമാനിക്കുന്നവരാണ്. പല രീതിയിലുള്ള അമലുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇപ്രാവശ്യം ആ ബറാഅത്ത് രാത്രി നല്ല നിലയ്ക്ക് സ്വീകരിക്കാനും നല്ല നിലയ്ക്ക് അത് നാം കൊണ്ട് നടക്കാനുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ആ ബറാഅത്ത് രാത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് നിങ്ങളിലേക്ക് ഈ എപ്പിസോഡ് എത്തിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ബറാഅത്ത് രാത്രി അതിമഹത്തരമായ ബഹുമാനമുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ അല്ലാഹു പല നിലക്കുള്ള അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകളുടെ മേൽ അവൻ ചൊരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ആ രാത്രിയിൽ പല അടിമകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുമാണ്. ഈ രീതിയിലൊക്കെയും അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 6 കൂട്ടർക്ക് അല്ലാഹു ഒരു നിലക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല. ആ രാത്രിയിൽ അവരുടെ ഭാഗത്തിലേക്ക് തന്നെ അല്ലാഹു നോക്കുകയില്ല എന്ന് ഒരു ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. അത് ഏതാണെന്ന് ഒന്ന് ചെറിയ നിലക്ക് നാം മനസ്സിലാക്കാം. അതായത് റവൽ ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് കാണാം. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഖാല പറയുന്നുണ്ട്, അതാനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ ഒരു ദിവസം വന്നു. ജിബ്രീൽ വന്നപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഫഖാല, ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനോട് പഠിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ ഇടയിലേക്ക് ബറാഅത്തിൻ്റെ രാത്രി വന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ മാസത്തിൻ്റെ ആ അതിമഹത്തരമായ ബറാഅത്ത് രാത്രിയുടെ ദിവസമാണ് നബിയെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വലില്ലാഹി ഫീഹാ ഉത്ഖാഉ മിനന്നാരി ബിഅദദി ശുഊരി ഗനമി ഖൽബി. അറബ് ലോകത്തിലെ അതിമഹത്തരമായ ഒരു അറിയപ്പെട്ട ഒരു ഗോത്രമായിരുന്നു കൽബ് ഗോത്രം. അവർക്ക് അവരിൽ ഉണ്ടായിരുന്ന ആടിൻ്റെ റോമത്തിൻ്റെ അനുസരിച്ച് എത്ര ആടുകൾ ഉണ്ടായിരുന്നു, ആ ഓരോ ആടിൻ്റെ രോമങ്ങൾ എത്രയാണോ അതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് അല്ലാഹു ഇന്നത്തെ രാത്രിയിൽ അല്ലാഹു നരകത്തു നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, അതായത് ബറാഅത്ത് രാത്രിയുടെ മഹത്വങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അവിടെ നാം ചിന്തിക്കേണ്ട ആ ഹദീസിൽ നാം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണ്. അവിടെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വലാ യൻദുറുല്ലാഹു ഫീഹാ, ഈ ദിവസത്തിൽ അല്ലാഹു നോക്കുകയില്ല. ഒരു 6 കൂട്ടർ, അത് നാം ആ കൂട്ടരിൽ പെട്ടവരാണോ എന്നെങ്കിൽ ഈ ബറാഅത്ത് രാത്രി നാം എത്ര ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. ആ ദോഷം ഇനി എല്ലാവരും നാം ചിന്തിക്കേണ്ട കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 6 കൂട്ടരിൽ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബറാഅത്ത് രാത്രിനെ എത്ര ബഹുമാനിച്ചിട്ടും കാര്യമില്ല. ആ ബറാഅത്തിൻ്റെ മഹത്വം എനിക്ക് കിട്ടണോ, ഈ 6 കൂട്ടരിൽ ഞാൻ പെടാത്തവനാകണം. അപ്പം ഞാനതിൽ പെട്ടവനാണോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം, ഒരു ബോധം നമുക്കുണ്ടാകണം. അതിൽ ഒന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വലാ യൻദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രിക്, മുശ്രിക്കാണ് ഒന്ന്. അതായത് ബഹുദൈവ ആരാധകൻ, മുശ്രിക്കീങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിച്ചു, അൽഹംദുലില്ലാ. അപ്പം അതല്ല നമ്മൾ. രണ്ടാമതായി അല്ലാഹു അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അതായത് മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും അല്ലാഹു എന്താക്കൂല, ഈ രാത്രിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. രണ്ടാമത്തെ വലാ ഇലാ മുഷാഹിന്, തെറ്റ് നിൽക്കുന്നവൻ,
മറ്റൊരാളുമായി തെറ്റി നിൽക്കുന്നവൻ, വെറുതെ എന്തെങ്കിലും ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും തൃപ്തിപ്പെടലും തൃപ്തിപ്പെടാതിരിക്കലും ഒക്കെ ഉണ്ടാകും. പക്ഷെ നാം അങ്ങോട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആ നല്ല സ്വഭാവം നമ്മൾക്കുണ്ടാകണം. അതാരോടാണെങ്കിലും, ഭാര്യയോട് തെറ്റി നിൽക്കലോ, അല്ല മാതാപിതാക്കളോട് തെറ്റി നിൽക്കലോ, കുടുംബത്തിനോട് തെറ്റി നിൽക്കലോ, സഹോദരങ്ങളോട് തെറ്റി നിൽക്കലോ, ആ സ്വഭാവമൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നൊരു കാര്യം പറയാണ്, വല ഇല ഖാത്തിഹി റഹിമിൻ. മൂന്നാമത്തെ കാര്യം പറയാണ് ഖാത്തിഹി റഹിമിൻ, കുടുംബബന്ധം ഒരുക്കുന്നവൻ. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഹിബീങ്ങളെ. കുടുംബബന്ധം ഒരുക്കുന്നവനിക്ക് ഈ ബറാത്ത് രാത്രിയിൽ എന്തുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്ക് തന്നെ നോക്കുകയില്ല. അവൻ നാം എന്തെങ്കിലും ചെറിയൊരു കാരണത്തിൻ്റെ പേരിൽ, ചെറിയ കാരണത്തിൻ്റെ പേരിൽ എത്രയോ കൊല്ലങ്ങളായി കുടുംബമായി തെറ്റി നിൽക്കുന്നവരുണ്ട്. അതൊന്നും പാടില്ല സഹോദരങ്ങളെ. നാം നല്ല മനസ്സോടുകൂടെ, ഒരു വിശാല മനസ്സോടുകൂടെ നാം ജീവിക്കേണ്ടവരാണ്. ഒരു വിശാലതമായ മനസ്സുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആരോടും തെറ്റി നിൽക്കാൻ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുകയില്ല. അപ്പൊ ആ കൂട്ടറാണെങ്കിൽ ആ ബറാത്ത് റാത്തിൽ ഒരിക്കലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല. പിന്നൊരു കാര്യമാണ്, അതായത് 2, 3, നാലാമത്തെ കാര്യം പറയുന്നത് വല ഇല മുസ്ബിലി. ഇത് വല്ലാത്തൊരു ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. അതായത് ഇസ്ലാം ആണുങ്ങൾക്ക് പഠിപ്പിച്ച ഒരു വസ്ത്രധാരണയാണ്, അതായത് നെരിയാനിക്ക് താഴെ വലിച്ച് കിബിറോടുകൂടെ വസ്ത്രത്തിനെ ഇടാൻ പാടില്ല എന്നാണ്. അപ്പോൾ കിബിറോടുകൂടെ അവൻ്റെ കാലിൻ്റെ നെരിയാനിൻ്റെ താഴെ വസ്ത്രം വലിച്ചു കൊണ്ടുപോകുന്നവനിലേക്കും അള്ളാഹു നോക്കുകയില്ല. അപ്പൊ നാമും ഇതിൽ പെട്ടവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടവരുണ്ട്. പിന്നെ പറയുന്നതാണ് വല ഇല ആഖിൽ വാലിദൈഹി. മഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് പിന്നെ 5-ാമത്തെ കാര്യം പറയുന്നത്? മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടിക്കുന്നവർ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ, മാതാപിതാക്കൾ അവരെ മനസ്സ് വേദനിപ്പിക്കുന്നവർക്കും ഈ രാത്രിയിൽ അവൻ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു അവനിലേക്ക് നോക്കുകയില്ല. അപ്പം നാം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണ് മാതാപിതാക്കളെ. അവരെ വയസ്സായ സമയത്ത് അവരെ എന്ത് ബുദ്ധിമുട്ട്, അവരെ കൊണ്ട് നാം എന്ത് സഹിക്കേണ്ടി വന്നാലും നാം ഒരിക്കലും ആ മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. വേദനിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് അനുമതിയുമല്ല. അല്ലാഹു ഒരിക്കലും നാം എത്ര വലിയ കൊമ്പന്മാരായിത്തീർന്നാലും, എത്ര വലിയ സ്ഥാനമുള്ളവരായിത്തീർന്നാലും മാതാപിതാക്കൾ വരുത്തമില്ലയോ, നാം ഏത് സമയത്തും ഏത് ദിവസത്തിലും ഏത് വർക്കത്തിലും അള്ളാഹു നമ്മളെ കണക്കിൽ കൂട്ടുകയില്ല എന്നുള്ളത് വളരെ ഗൗരവമാണ്. അവസാനം പറയുന്നതാണ് വല ഇല മുദുമിനി ഖംറിൻ. വല ഇല മുദുമിനി ഖംറിൻ, കള്ളുകുടി ദായ്മയാക്കിയവനിക്ക്, അതായത് കള്ളു കുടിക്കുന്നവനിക്കും കള്ളുകുടി അഭ്യാസം ചെയ്തവനിക്കും ശീലമാക്കിയവനിക്കും ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുകയില്ല. അല്ലാഹു അവനിലേക്ക് നോക്കുകയില്ല എന്നാണ്. മൊത്തത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ള മുഹിബീങ്ങളെ, അതിമഹത്തരമായ അനുഗ്രഹം ചെയ്യുന്ന ഈ ദിവസത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യാതെ അവരിലേക്ക് തന്നെ നോക്കുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കപ്പെട്ട 6 കൂട്ടരിൽ നാം ഉണ്ടോ എന്ന് ചിന്തിച്ച് നാം അതിൽ പെട്ടവരാണെങ്കിൽ അതിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ഈ ബറാഅത്ത് ദിവസത്തിന് നാം പ്രതീക്ഷിക്കുക. ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയില്ല, ഉറപ്പാണ്. അത് ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരിൽ അള്ളാഹു നമ്മളാരെയും പെടുത്താതെ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നാമുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും ഈ വരുന്ന ബറാഅത്ത് റാവിൽ അള്ളാഹു അവൻ്റെ നരകത്തുനിന്ന് എത്തുക ചെയ്യപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരും പെടുത്തുമാറാകട്ടെ. എന്തൊക്കെയോ ആ ബറാഅത്ത് ദിവസത്തിൽ അള്ളാഹു ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ, അവൻ്റെ അടിമകൾക്ക് എന്തെല്ലാം റഹ്മത്ത് ചൊരിയണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതിലൊക്കെയും പാപികളായ നമ്മൊക്കെയും അള്ളാഹു പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.